കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത്. അവർ വിശന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അറിവ് കൃത്യമായിട്ട് അവർക്ക് നൽകാൻ കഴിയില്ല. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വരില്ലായിരുന്നു. പലപ്പോഴും അവർ പുഴയിലായിരിക്കും. അവരെ സോപ്പിട്ട് മെല്ലെ മെല്ലെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലി കുഞ്ഞേ, റെഡി ആയില്ലേ? വേഗം ഇറങ്ങി കേട്ടോ. രാവിലെ ഇവിടെ വരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഒരു 9:30 വന്നിട്ടില്ലെങ്കിൽ ഞാൻ ബൈക്ക് എടുത്ത് മുകളിലേക്ക് പോകും. എന്നിട്ട് അവിടെ ചെല്ലുന്നു, വീടുകളിൽ ചെല്ലുന്നു, അവരെ ഒരുക്കി കൊണ്ടുവരുന്നു. പല ദിവസങ്ങളും അവർ കഴിക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ ഇവിടുന്ന് അവർക്ക് രാവിലെ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഒന്നെങ്കിൽ അവല്, അല്ലെങ്കിൽ ഉപ്പുമാവ്. ആ സമയത്തിനനുസരിച്ച് അവർ താമസിച്ചാ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അവലായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കും. ആ സാഹചര്യത്തിനനുസരിച്ചാണ്. ഏതായാലും അവർ വിശന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അറിവ് കൃത്യമായിട്ട് അവർക്ക് നൽകാൻ കഴിയില്ല. പ്രത്യേക സാഹചര്യം അവർക്ക് നമുക്കറിയാം. ചിലപ്പോൾ അവർ 2 ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിന്നിട്ട് വരും. അവരുടെ വളർച്ചേനെ അത് ബാധിക്കും, പഠനത്തെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് രാവിലെ അവർക്കുള്ള ഫുഡിനുള്ള സംവിധാനം